നമസ്കാരമുണ്ട് പ്രിയപ്പെട്ടവരെ. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കഥയിലേക്ക് എന്റെ നല്ലവരായ എല്ലാ സുഹൃത്തുക്കളെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. നമുക്ക് കഥ ആരംഭിക്കാം. എടാ മോനെ നവാസേ, എഴുന്നേൽക്കടാ. ഇതെന്തൊരു ഉറക്കവാടാ. ഇപ്പോൾ സമയം എത്രയായിന്നറിയാമോ? ആണ്ടേ ബാപ്പ ഇപ്പോൾ വരും, ഞാൻ പറഞ്ഞേക്കാം. ഉമ്മ ശകല നേരം കൂടി ഒന്ന് ഉറങ്ങിക്കോട്ടുമ്മ, ഇപ്പൊ എഴുന്നേക്കാം. വേണ്ട, നീ എണീക്കണ്ട. വാപ്പ വരുമ്പോഴേ നീ അങ്ങേരുടെ വായിരിക്കുന്ന ചീത്ത കേട്ടോ. ഷേ, എന്തൊരു കഷ്ടമാണിത്. മനുഷ്യനെ ഒന്ന് ഉറങ്ങാൻ പോലും സമ്മതിക്കില്ല. രാവിലെ ഉമ്മയുടെ വിളി കേട്ട് പിറുപുറത്തുകൊണ്ട് ഞാൻ എഴുന്നേറ്റു. നേരം വെളുത്തതല്ലേ ഉള്ളൂ ഉമ്മ, എന്തിനാ ഇങ്ങനെ കിടന്ന് തൊള്ള തുറക്കുന്നത്? ആകെപ്പാട് ഒരു ഞായറാഴ്ചയെ കിട്ടത്തുള്ളൂ. എന്തൊരു കഷ്ടമായത്. എടാ, അതിന് ഞാൻ എന്തോ ചെയ്യാനാ? നിന്റെ വാപ്പ വെളുപ്പിനെ വിളിച്ച് പറഞ്ഞതാ മൂത്തുമ്മയുടെ വീട്ടിലേക്ക് നിന്നെയും വിളിച്ചോണ്ട് പോകണമെന്ന്. അല്ലാതെ രാവിലെ നിന്നെ വിളിച്ചുണർത്താൻ എനിക്കെന്താ വട്ടുണ്ടോ? അല്ലുമ്മ, എന്താ ഇത്ര രാവിലെ തന്നെ അങ്ങോട്ട് പോകണമെന്ന് പറയാൻ? പിന്നെയും മൂത്താപ്പായും മൂത്തുമ്മായും കൂടി വഴക്കായോ? ഇന്നലെ രാത്രി അങ്ങേര് കുടിച്ചെങ്ങാണ്ട് വന്ന് മൂത്തുമ്മായ കുറെ തല്ലിയെന്ന്. പാവം, ഇന്നലെ എന്നെ വിളിച്ച് കുറെ നേരം കരയുകയും പറയുകയൊക്കെ ചെയ്തു. ഇതൊക്കെ നമ്മളോട് മാത്രമല്ലേ പറയാൻ പറ്റൂ. എന്തോ ചെയ്യാനാ? പാവം, ഒരു മോനുള്ളതിനെ പടച്ചോൻ നേരത്തെ അങ്ങ് വിളിച്ചില്ലേ. നീ ഏതായാലും വാപ്പാടെ കൂടെ അവിടം വരെ ഒന്ന് ചെല്ല്. പിന്നെ മൂത്താപ്പാടെ അടുത്ത് നീ ഒന്നും സംസാരിക്കാൻ നിൽക്കണ്ട കേട്ടോ. അത് പിന്നെ പ്രശ്നം കൂടത്തേ ഉള്ളൂ. എല്ലാം വാപ്പ സംസാരിച്ചോളൂ. ഉമ്മ, ഞാനൊരു കാര്യം പറയട്ടെ. എന്തുവാടാ? മൂത്തുമ്മായി നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നാലോ? പാവം, എത്ര കാലമായി അവിടെ കിടന്ന് നരയിക്കുന്നു. എടാ, ഞാൻ എത്ര പ്രാവശ്യം നിന്റെ മൂത്തുമ്മായുടെ അടുത്ത് പറഞ്ഞതാന്നറിയാമോ ഇവിടെ വന്ന് നിൽക്കാൻ? മൂത്തുമ്മ കേൾക്കണ്ടേ? നീ സമയം കളയാതെ വാപ്പ വരുമ്പോഴേക്ക് വേഗം ചായ കുടിക്കാൻ നോക്ക്, അല്ലെങ്കിൽ ഇനി അതിന് ചീത്ത കേൾക്കൂ. ശരി ഉമ്മ. ഉമ്മയുടെ മൂത്ത ചേട്ടത്തിയുടെ കാര്യമാണ് പറഞ്ഞത്. എന്റെ മൂത്തുമ്മ, പേര് റസിയ. മൂത്തുമ്മയ്ക്ക് 2 മക്കളാണ്. മൂത്തത് ഒരു മകനായിരുന്നു. കക്ഷി ഒരു ആക്സിഡന്റിൽ മരിച്ചുപോയി. രണ്ടാമത്തേത് ഒരു മകളാണ്, സീനത്ത്. അവൾ കല്യാണം കഴിഞ്ഞ് ഗൾഫിലാണ്. അതുകൊണ്ട് വീട്ടിൽ മൂത്തുമ്മായും മൂത്താപ്പായും മാത്രമേ ഉള്ളൂ. മൂത്താപ്പയാണെങ്കിൽ ഫുൾ ടൈം തണ്ണിയാണ്. മൂത്തമ്മയ്ക്ക് ഇതിനു മുമ്പ് ഒരു ചെറിയ ജോലി ഉണ്ടായിരുന്നു. മകന്റെ മരണശേഷം പിന്നെ ജോലിക്ക് പോകാതെയായി. ഇപ്പോൾ വീട്ടുജോലിയൊക്കെ ചെയ്ത് അങ്ങനെ പോകുന്നു. വയസ്സ് 45 കഴിഞ്ഞെങ്കിലും ആ ശരീരത്തിന്റെ സൗന്ദര്യം കാത്തു സൂക്ഷിക്കുന്നതിൽ മൂത്തുമ്മ എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. സത്യം പറഞ്ഞാൽ മൂത്തുമ്മയെ ഇപ്പോഴും കണ്ടു കഴിഞ്ഞാൽ ആരായാലും ഒന്ന് നോക്കി നിന്നു പോകും. എന്റെ ചെറുപ്പത്തിൽ സ്കൂൾ വെക്കേഷന് ഞാൻ മൂത്തുമ്മയുടെ വീട്ടിൽ പോയി നിൽക്കും. അന്നൊന്നും അത്ര വലിയ സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു കൊച്ചു വീടായിരുന്നു അവിടെ. അതുകൊണ്ട് തന്നെ രാത്രിയിൽ എല്ലാവരും കൂടി അകത്ത് താഴെ പായൊക്കെ വിരിച്ച് കഥകളൊക്കെ പറഞ്ഞ് ഒരുമിച്ചാണ് ഞങ്ങൾ കിടക്കാറുള്ളത്. എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ മൂത്താപ്പ മൂത്തുമ്മയെ കുറച്ച് മാറ്റി കിടത്തി ഏതാണ്ടൊക്കെ സംസാരിക്കുന്നത് ഞാൻ കേൾക്കാറുണ്ട്. അങ്ങനെ ഓരോന്ന് ചിന്തിച്ചിരുന്നപ്പോഴാണ് വാപ്പ അങ്ങോട്ട് കടന്നു വന്നത്. നവാസേ, നീ റെഡിയായോ? ഇതാ ഇപ്പൊ വരാം വാപ്പ. ഞാൻ ഡ്രസ്സ് മാറി പെട്ടെന്ന് താഴേക്ക് ചെന്നു. അങ്ങനെ ഞങ്ങൾ ഒരു 12 മണി ആയപ്പോഴേക്കും അവിടെ എത്തി. ഗേറ്റ് തുറന്ന് ഞങ്ങൾ ചെല്ലുന്നത് കണ്ട് മൂത്തുമ്മ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ആ കണ്ണുകളിൽ എന്നോടുള്ള വാത്സല്യം നിറഞ്ഞു നിൽക്കുന്നത് ഞാൻ കണ്ടു. കരയാതെ മൂത്തുമ്മ, ഞങ്ങൾ വന്നില്ലേ? മൂത്താപ്പ ഇന്നലെ ഒരുപാട് ഉപദ്രവിച്ചു അല്ലേ? ഞാൻ ആ കവിളി തലോടിക്കൊണ്ട് ചോദിച്ചു. അതിന് മറുപടി ഒന്നും പറയാതെ എന്നെ ഒന്നുകൂടി കെട്ടിപ്പിടിച്ച് കരഞ്ഞതേയുള്ളൂ മൂത്തുമ്മ. മൂത്തുമ്മയുടെ ആ കരച്ചിൽ കണ്ട് വാപ്പ എന്നോട് പറഞ്ഞു, നീ ഇവിടെ നിൽക്ക്, അകത്തേക്ക് വരണ്ട, ഞാൻ പോയി സംസാരിക്കാം. വാപ്പ വീടിനകത്തേക്ക് കയറി. കുറച്ചു കഴിഞ്ഞപ്പോൾ വാപ്പായും മൂത്തുവാപ്പായും ഭയങ്കര വഴക്ക്. ഇപ്പോൾ ഞാൻ അങ്ങോട്ട് പോയാൽ ശരിയാവില്ല, അതുകൊണ്ട് ഞാൻ മുറ്റത്ത് തന്നെ നിന്നു. അല്പസമയം കഴിഞ്ഞ് വാപ്പ ഞങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞു, റസിയാത്ത, എന്നെ കൊണ്ടാവുന്നത് പോലെ ഞാൻ കാര്യങ്ങളൊക്കെ ഇക്കായോട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ഇക്ക നേരെയാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, നവാസ് ഇവിടെ നിൽക്കട്ടെ കുറച്ചു ദിവസം. അത് കേട്ട് ഞാൻ ഞെട്ടി. നവാസേ, നീ കുറച്ചു ദിവസം ഇവിടെ നിൽക്ക്, മൂത്തുമ്മയ്ക്ക് ഒരു കൂട്ടാകും. ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നിനക്കറിയാവുന്നതല്ലേ. ഉമ്മായുടെ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞോളാം. നാളെ നീ ക്ലാസ്സിന് പോകണ്ട. നിനക്ക് ആവശ്യമുള്ള ഡ്രസ്സും ബുക്കും ഞാനിങ്ങ് എടുത്തുകൊണ്ട് വരാം. പിന്നെ നിന്റെ കോളേജ് ഇവിടെ അടുത്തല്ലേ, അതുകൊണ്ട് പോയിട്ട് വരാൻ കുഴപ്പമൊന്നുമില്ലല്ലോ. വാപ്പായുടെ ആ പറച്ചിൽ കേട്ട് എനിക്ക് തലയാട്ടാൻ മാത്രമേ പറ്റിയുള്ളൂ. പിന്നെ വാപ്പ മൂത്തുമ്മയെ വിളിച്ച് കുറച്ച് മാറി നിന്ന് സംസാരിച്ചു. അപ്പോഴാണ് ഞാൻ മൂത്തുമ്മയെ ശരിക്കും ശ്രദ്ധിച്ചത്. പെട്ടെന്ന് എനിക്ക് സ്ഥലകാലബോധം വന്ന് ഞാൻ നോട്ടം മാറ്റി.
അപ്പോഴേക്കും വാപ്പ മൂത്തുമ്മയുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് എന്റെ അടുത്ത് വന്ന് യാത്ര പറഞ്ഞു പോയി. ഞാൻ മൂത്തുമ്മയുടെ മുഖത്ത് നോക്കി. എന്റെ മുഖത്തെ അപ്പോഴത്തെ ഒരു ഭാവം കണ്ടിട്ട് മൂത്തുമ്മ എന്നെ ചേർത്ത് നിർത്തി. മോനെ, നിനക്ക് ബുദ്ധിമുട്ടായോടാ? ഇല്ല മൂത്തുമ്മ, എനിക്ക് ഇവിടെ താമസിക്കുന്നതിൽ സന്തോഷമല്ലേ ഉള്ളൂ. ഞാനത് ചിരിച്ചുകൊണ്ട് പറഞ്ഞെങ്കിലും വീട്ടിൽ നിന്ന് ഉമ്മയെ പിരിഞ്ഞു നിൽക്കുന്നതിൽ എനിക്ക് വിഷമമുണ്ടായിരുന്നു. വാ മോനെ എന്നും പറഞ്ഞ് മൂത്തുമ്മ എന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് വീടിനകത്തേക്ക് കയറി. എനിക്കുള്ള മുറി കാണിച്ചു തന്നു മൂത്തുമ്മ. മോനെ, നീ രാവിലെ വരുമ്പോൾ വല്ലതും കഴിച്ചായിരുന്നോ? ആ, കഴിച്ചു മൂത്തുമ്മ. എന്നാൽ നീ കുറച്ചു നേരം റെസ്റ്റ് എടുക്ക്. ഞാൻ അപ്പോഴേക്കും ഉച്ചക്കലത്തേക്ക് എന്തെങ്കിലും കറി ഉണ്ടാക്കട്ടെ. ഇതും പറഞ്ഞ് മൂത്തുമ്മ അടുക്കളയിലേക്ക് നടന്നു. പെട്ടെന്ന് പുറകിൽ നിന്ന് നവാസ എന്നൊരു വിളി. ഞാൻ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. മൂത്താപ്പ. വെള്ളം അടിച്ചടിച്ച് ഉണക്കച്ചുള്ളി പോലത്തെ ഒരു രൂപം. ആ, നിന്റെ വാപ്പ പറഞ്ഞു നീ ഇന്നു മുതൽ ഇവിടെ നിൽക്കുമെന്ന്. എനിക്കതിൽ സന്തോഷമല്ലേ ഉള്ളൂ. നീയും എനിക്ക് മോൻ തന്നെയല്ലേടാ. നിനക്കും എന്നോട് ദേഷ്യമാണെന്നൊക്കെ എനിക്കറിയാം. മോനെ, മൂത്താപ്പയ്ക്ക് ഇതൊന്നും ഇനി നിർത്താൻ പറ്റില്ലടാ എന്നും പറഞ്ഞ് പെട്ടെന്ന് മൂത്താപ്പ പുറത്തേക്ക് പോയി. ഞാനാണെങ്കിൽ തരിച്ചു നിന്നുപോയി. ഞാൻ പുറത്തു പോയിരുന്ന് കുറച്ചുനേരം ഫോണിൽ നോക്കി സമയം കളഞ്ഞു. കുറച്ചു കഴിഞ്ഞ് മൂത്തുമ്മ വന്ന് എന്നെ ചോറുണ്ണാൻ വിളിച്ചു. അങ്ങനെ ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞ് ഞാൻ മുറിയിൽ പോയി കുറച്ചു നേരം കിടന്നു. വൈകിട്ട് മൂത്തുമ്മ വന്ന് തട്ടി വിളിച്ചപ്പോഴാണ് ഞാൻ എഴുന്നേറ്റത്. മോനെ, എഴുന്നേറ്റ് കുളിക്ക്. ഞാൻ മൂത്താപ്പയുടെ ഒരു മുണ്ടെടുത്ത് തരാം നിനക്ക് കൊടുക്കാൻ. ഇതും പറഞ്ഞ് മൂത്തുമ്മ പോയി. ഞാൻ പോയി കുളിച്ച് ഹാളിൽ വന്നിരുന്നു. അടുക്കളയിലെ പണിയെല്ലാം കഴിഞ്ഞ് മൂത്തുമ്മയും കുളിച്ച് ഫ്രഷായി എന്റെ അടുത്ത് വന്നിരുന്നു. മൂത്തുമ്മ അടുത്ത് വന്നിരുന്നപ്പോൾ നല്ല ലെക്സ് സോപ്പിന്റെ മണം എന്റെ മൂക്കിലേക്ക് തുളച്ചു കയറി. ഞാൻ മൂത്തുമ്മയൊന്ന് നോക്കി, ഒന്ന് പുഞ്ചിരിച്ചു. മൂത്തുമ്മയും അത് കണ്ട് തിരികെ പുഞ്ചിരിച്ചു. എന്താടാ ഇങ്ങനെ നോക്കുന്നേ? ഏയ്, ഒന്നുമില്ല. മൂത്താപ്പ ഇനി എപ്പോഴാ വരുന്നത്? ഓ, അതോ, അങ്ങേരിനി രാത്രി 12 മണിയാകും വരാൻ. വരുന്നത് 4 കാലിലും ആയിരിക്കും. നീ കണ്ടോണം. എന്തോ ചെയ്യാനാടാ മോനെ, എന്റെ വിധി. ചിലപ്പോ കൂട്ടുകാർ കൊണ്ടുവന്ന് വീടിന്റെ ഉമ്മറത്ത് കിടത്തിയിട്ട് പോകും. അതൊക്കെയാടാ ഇവിടെ നടക്കുന്നത്. എന്തായാലും മൂത്താപ്പ കാരണം വീടിന് ചീത്തപ്പേരായി. ഞാൻ പറഞ്ഞു, ഇങ്ങേരുടെ കുടിയൊന്ന് നിർത്തിയാൽ മതിയായിരുന്നു. മൂത്തുമ്മ വിഷമത്തോടുകൂടി പറഞ്ഞു. മൂത്താപ്പ അങ്ങനെയായിപ്പോയി. ഇനി നമ്മൾ എത്രയൊക്കെ മാറ്റാൻ ശ്രമിച്ചാലും അത് നടക്കുമെന്ന് തോന്നുന്നില്ല. മൂത്തുമ്മ പേടിക്കണ്ട, ഇനി ഞാനിവിടെ ഉണ്ടല്ലോ. ഇനി മൂത്താപ്പ കുടിച്ചേച്ചു വന്ന് മൂത്തുപ്പായ ഒന്നും ചെയ്യില്ല. എന്റെ മോനെ എന്ന് വിളിച്ചുകൊണ്ട് മൂത്തുമ്മ എന്റെ തലയിൽ തലോടി. രാത്രി ആയതുകൊണ്ട് മൂത്തുമ്മ ഒരു കൈലിയും ബ്ലൗസുമാണ് ധരിച്ചിരുന്നത്. അതിനിടയ്ക്ക് മൂത്തുമ്മ എന്നെ ഒന്ന് നോക്കി. മോനെ, 9:30 നമുക്ക് അത്താഴം കഴിക്കാം. അങ്ങേരെപ്പോഴേലും വരട്ടെ. ഞങ്ങൾ പോയി അത്താഴമെല്ലാം കഴിച്ചു കഴിഞ്ഞ് ഞാൻ എന്റെ മുറിയിൽ ചെന്നിരുന്നു. അപ്പോഴേക്കും പാത്രങ്ങളെല്ലാം കഴുകി വെച്ച് മൂത്തുമ്മയും എന്റെ അടുത്ത് വന്നു. മോൻ കിടന്നില്ലേടാ? സമയം ഒരുപാടായി, കിടന്നോ. രാത്രിയിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മൂത്തുമ്മയെ വിളിക്കണം കേട്ടോ. ശരി മൂത്തുമ്മ, ഞാൻ കട്ടിലിൽ കിടന്നുകൊണ്ട് പറഞ്ഞു. മൂത്തുമ്മ കതക് ചാരിപ്പോയി. അങ്ങനെ ദിവസങ്ങൾ ഓരോന്ന് കടന്നുപോയി. ഇതിനിടയിൽ ഞാൻ മൂത്തുമ്മയുമായി കൂടുതൽ അടുത്തു. ഇതിനിടയിൽ ചിലപ്പോൾ മൂത്താപ്പ കുടിച്ചുകൊണ്ട് വന്ന് മുറിയിൽ കിടന്ന് ഛർദ്ദിക്കുമ്പോൾ മൂത്തുമ്മ വന്ന് എന്റെ കൂടെയാണ് കിടക്കാറുള്ളത്. അപ്പോഴൊക്കെ ഞാൻ മൂത്തുമ്മയെ ആശ്വസിപ്പിക്കും. ഒരു ദിവസം മൂത്തുമ്മ എന്റെ കൂടെ കിടന്നപ്പോൾ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ലൈറ്റ് ഇട്ടു. എന്താടാ, നീ സ്വപ്നം കണ്ട് പേടിച്ചോ? പെട്ടെന്ന് ഞാൻ ഞെട്ടി ഉണർന്നു. ആ, ഞാനൊരു സ്വപ്നം കണ്ടു മൂത്തുമ്മ. മൂത്തുമ്മ ചിരിച്ചു. പിന്നീട് എനിക്ക് ഉറക്കം വന്നില്ല. ഞങ്ങൾ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോഴാണ് പുറത്ത് മഴ ചാറാൻ തുടങ്ങിയത്. അയ്യോ, മഴയോ? മോനെ, മൂത്തുമ്മയുടെ കൂടെ ഒന്ന് വാടാ. പുറത്ത് തുണി നനച്ചിട്ടിരിക്കുന്നു, എല്ലാം നനയും. അതും പറഞ്ഞ് മൂത്തുമ്മ പുറത്തേക്ക് ഓടി. പിന്നാലെ ഞാനും ഓടിച്ചെന്ന് തുണിയെല്ലാം എടുക്കാൻ തുടങ്ങിയപ്പോൾ മൂത്തുമ്മ പറഞ്ഞു, മോനെ, നീ ആ താഴെ കിടക്കുന്ന തുണി എളുപ്പം എടുക്ക്, ഇല്ലെങ്കിൽ അതിനകത്തെല്ലാം മണ്ണ് കയറും. ഞാൻ നോക്കിയപ്പോൾ അവിടെവിടെയായി ചെറിയ ചെറിയ തുണികൾ കാറ്റത്ത് പറന്നു വീണ് കിടക്കുന്നു. ഞാൻ വേഗമെല്ലാം പറക്കി കയ്യിലെടുത്തുകൊണ്ട് പെരയ്ക്കകത്തേക്ക് കയറി. അപ്പോഴേക്കും മൂത്തുമ്മ ബാക്കിയുള്ള തുണികളെല്ലാം എടുത്തുകൊണ്ട് വന്നു. എന്നാൽ മൂത്തുമ്മയുടെ നോട്ടം എന്റെ നേർക്കായിരുന്നു. ഞാൻ തുണിയെല്ലാം കട്ടിലിൽ വെച്ച് മുറുക്കി പുറത്തേക്ക് വന്നു. മഴയാണെങ്കിൽ നല്ല ഇടിയും മിന്നലോടും കൂടി പെയ്യാൻ തുടങ്ങി. ഞാൻ മൊബൈലെല്ലാം സ്വിച്ച് ഓഫ് ചെയ്ത് കിടന്നു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും കതകിൽ ആരോ മുട്ടുന്നു. ഞാൻ ചെന്ന് കഥ തുറന്നപ്പോൾ മൂത്തുമ്മയാണ്. എന്താ മൂത്തുമ്മ, നീ കിടന്നോ? പുറത്ത് ഭയങ്കര ഇടിയും മഴയും. ഞാൻ അപ്പുറത്ത് കിടക്കാമെന്നും പറഞ്ഞു പോയതാ. ഓ, അവിടെ ശരിയാവില്ല, ഞാൻ ഇവിടെങ്ങാനും കിടന്നോളാം. നീ അങ്ങോട്ട് കുറച്ച് നീ കിടക്ക്, ഭയങ്കര ഇടി വെട്ടുന്നു.
അങ്ങനെ ഞാൻ കട്ടിലിന് സൈഡിലേക്ക് നീങ്ങിക്കിടന്നു. മൂത്തുമ്മ ലൈറ്റ് ഓഫ് ചെയ്തു കട്ടിലിന്റെ ഇപ്പുറത്തെ സൈഡിലും കിടന്നു. എനിക്കാണെങ്കിൽ ഉറങ്ങാനേ സാധിക്കുന്നില്ല. കുറെ സമയം തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് സമയം കളഞ്ഞുകൊണ്ടിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്ന സൗണ്ട് കേട്ട് മൂത്തുമ്മ എന്നോട് ചോദിച്ചു, നീ ഉറങ്ങിയില്ലേടാ? ഇല്ല മൂത്തുമ്മ, ഇടിവെട്ടുന്ന ശബ്ദം എനിക്ക് പേടിയാ, അതുകൊണ്ട് ഞാൻ ഉറങ്ങിയില്ല. ഞാനൊരു കള്ളം പറഞ്ഞു. വലിയ ചെറുക്കനായി, ഇപ്പോഴും ഇടിയെ പേടിയോ? കല്യാണം കഴിച്ച് 2 പിള്ളാരാകേണ്ട സമയമായി, മൂത്തുമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. മോൻ പേടിക്കണ്ടടാ. മൂത്തുമ്മയുടെ അടുത്തോട്ട് നീങ്ങിക്കിടന്നു. മൂത്തുമ്മ എന്നെ ചേർത്ത് കിടത്തി. ജനൽ വഴി അകത്തേക്കടിക്കുന്ന ചെറിയ മിന്നൽ വെട്ടത്തിൽ ഞങ്ങൾ അങ്ങനെ കിടന്നു. മൂത്തുമ്മയുടെ ശരീരഭാഗത്ത് സ്പർശിച്ചപ്പോൾ എനിക്ക് എന്തോ പോലൊക്കെ തോന്നി. പുറത്തു മഴയുടെ ശക്തി വീണ്ടും കൂടിക്കൂടി വന്നു. അതോടൊപ്പം മൂത്തുമ്മ എന്നോട് ചേർന്ന് അങ്ങനെ കിടന്നു. എന്തായാലും മഴ തുള്ളി മുറിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ രണ്ടുപേരും തളർച്ചയോടെ ഉറക്കത്തിലേക്ക് വഴുതി വീണു. പിന്നെ അങ്ങോട്ടുള്ള ദിവസങ്ങൾ മൂത്തുമ്മയ്ക്ക് സന്തോഷ ദിനങ്ങളുടെ കാലമായിരുന്നു.